നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ സ്വപ്നങ്ങൾ പൂവണിയുക എന്ന് പറയുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം സഫലീകരിക്കും. അതിന് നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ ടാലൻറ്റ് കഴിവിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുകയും അവർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് ലൂപ്പ് ഹോളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുക. കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. റിലേറ്റീവ്സ് എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് വരും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മാറി പോവുകയും കുടുംബത്തിൽ ശുഭകരവും മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള യോഗവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള സ്വത്ത്, പാരമ്പര്യ സ്വത്ത് കിട്ടാനുള്ള യോഗവും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും ഈ വർഷം തന്നെ ഉണ്ടാവും. കുട്ടികൾ മാതാപിതാക്കൾക്ക് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചൂടുള്ള ആഹാരപദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ നക്ഷത്രക്കാരുടെ ആ ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ്സിൽ തന്നെ കൊടുക്കണമെങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലയിലേക്ക് ബിസിനസ് ഉയർന്നു വരികയുള്ളൂ. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പിന്നിൽ നിന്ന് കുത്താനുള്ളൊരു സാധ്യതയുണ്ട്, പിന്നിൽ നിന്ന് പല ചരടുവലികളുണ്ടാവും. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട വർഷമാണ് ഈ വരുന്നത് 2024. മീഡിയ അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ ചാൻസുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരവും കിട്ടാനും ഒരു ഗുഡ് വില്ല് കിട്ടാനും കൂടിയ നല്ല സമയം കൂടിയാണ്. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ ഓവർ സ്പീഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യ സംബന്ധമായിട്ട്, നട്ടില് സംബന്ധമായിട്ട്, മുട്ട്, പല്ല്, കണ്ണ്, അതുപോലെ തന്നെ അടിവയറ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ യഥാസമയത്ത് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് നല്ലത്.